ഹലോ. അപ്പോൾ എന്തൊക്കെയാ വിശേഷം? എൻ്റെ വിശേഷം പറയട്ടെ. ഈ വീട്ടിലെ എൻ്റെ ലാസ്റ്റ് വീഡിയോ റെക്കോർഡിംഗ് ആണ് ട്ടോ. ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ താമസം മാറുകയാണ്. അപ്പോൾ വീട്ടിലാണ് ട്ടോ ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ വീട് എൻ്റെയും ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ടെനൻസി എടുത്തതാണ്. യുഎയിൽ വന്നപ്പോൾ തൊട്ടിട്ടുള്ള ഭയങ്കര ആഗ്രഹമാണ് ട്ടോ. സ്വന്തമായിട്ട് ഒരു സ്പേസ് ഉണ്ടാവണം, സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റ് എടുക്കണമെന്ന്. അപ്പോൾ ആ ആഗ്രഹം ഇപ്പം എനിക്ക് നടത്താൻ പറ്റി. അപ്പം ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സ്പേസിലേക്ക് പോവുകയാണ്. സ്വന്തമായിട്ടൊരു കിച്ചൺ, സ്വന്തമായിട്ടൊരു ബെഡ്റൂം ഭയങ്കര സ്വപ്നമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് അത് സാധിച്ചത്. ഞാൻ 2022 യുഎഇയിൽ വന്നത്. അപ്പോൾ എൻ്റെ റൂമൊക്കെ ആകെ അലമ്പായി കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കുറേ സംഭവങ്ങൾ കളയാനുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ പിക്സിയെ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ. പിക്സിക്ക് ഭയങ്കര പേടിയായിരുന്നു. പുതിയ സ്ഥലമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പേടിച്ച് പേടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവളെ ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാറി 1 വീക്ക് കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റായിട്ടേ ഞാൻ അവളെ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ അവളുടെ കൂട്ടത്തിൽ ഒരു 2 ദിവസമൊക്കെ ഇരിക്കേണ്ടി വരും. പുതിയ സ്ഥലമായതുകൊണ്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ മാറിക്കഴിഞ്ഞ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഡ്യൂട്ടി തുടങ്ങും. അന്നേരം പിന്നെ അവളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ അവൾക്കൊരു ഡിപ്രഷൻ വേണ്ടല്ലോ, പറയാനൊന്നും പറ്റാത്ത മനുഷ്യരെ പോലെ പറയാൻ പറ്റില്ലല്ലോ എനിക്ക് ഡിപ്രഷനാന്ന്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ റൂംമേറ്റിൻ്റെ അടുത്ത് തന്നെ വിട്ടിട്ടാണ് പോകുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു എൻ്റെ വിശേഷം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലെങ്തി വീഡിയോ ആയിരുന്നു. അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് കുറേ മെസ്സേജൊക്കെ വന്നു. എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും നോട്ട് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, എന്നെ അറിയുന്നവർ ഒക്കെ എന്നോട് പറഞ്ഞു എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, ഇത്രയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ആകെ ഒരു 10% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കോളിളക്കം സൃഷ്ടിക്കും. അപ്പോൾ അത്രയൊന്നും ഞാൻ നിന്നിട്ടില്ല. ഞാനാണെങ്കിലേ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഞാൻ സ്റ്റേ ചെയ്യുന്ന കുറച്ച് ദൂരം ആയതുകൊണ്ട് രാവിലെ എണീറ്റ് പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് ഓഫ് ഡേ ആയിട്ടും കൂടെ രാവിലെ എണീക്കേണ്ടി വന്നതുകൊണ്ട് എനിക്ക് മീറ്റിങ്ങിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഉറക്കം തൂങ്ങുമായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും വീടെത്തി ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ എന്ത് പറയാനാ, സ്വാഭാവികം. നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഉറക്കമൊക്കെ തീർന്നു, ഫ്രഷായി. പക്ഷെ എന്നാലും കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്, നോമ്പായതുകൊണ്ടായിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ നോമ്പ് എങ്ങനെ പോകുന്നു? എൻ്റെ നോമ്പ് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഡ്യൂട്ടി ഉണ്ടാകുമ്പോൾ 12 മണിക്കൂറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നൈറ്റിന് പോവുകയാണെങ്കിൽ ബസ്സേ വെച്ച് ഡേറ്റ്സോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കുടിച്ച് നോമ്പ് തുറക്കും. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഹാൻഡ് ഓവർ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. മോർണിംഗ് ആണെങ്കിൽ അവിടുന്ന് തന്നെ ഫുഡ് തരും ഇഫ്താറിൻ്റെ ടൈമിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്ക് ഡ്യൂട്ടിയുള്ള സമയത്ത് മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പത്തിരി, കോഴിക്കറി, പിന്നെന്താ കുറേ പൊരിച്ച കടികൾ, ജ്യൂസ്, ഇതൊക്കെ ഇല്ലാതെ എന്ത് നോമ്പ് തുറ. കിട്ടുന്ന ഫുഡൊക്കെ ഒരു 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 അറബിക് ടേസ്റ്റ് ആയിരിക്കും, പുഴുങ്ങിയതൊക്കെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ അത്രയൊക്കെ കിട്ടും. അപ്പോൾ ട്രൈപോഡ് എടുത്തിട്ട് ഞാൻ ഫോണ് കുത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇഷ്ടംപോലെ സാധനങ്ങൾ. നോക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ. ആകെ ഒരു കട്ടിൽ, ഒരു ബെഡ്, അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ എൻ്റെ ഡ്രസ്സ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പം പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ എവിടുന്നാണ് വന്നതെന്ന് അറിയില്ല. അതേപോലെ ഉണ്ടാവും. അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ ഉപേക്ഷിക്കണം എന്ന് വിചാരിച്ച് ഇരിക്കുന്നു ഞാൻ. കുറേ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. കുറേ ഡ്രസ്സൊക്കെ എടുത്ത് ചാരിറ്റിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാനിങ്ങനെ ഇരിക്കുന്നത്, ഇനിയിപ്പം എവിടുന്ന് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. പിച്ചി കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ആറ്റമ്മാ, ആറ്റാ, കം കം, ബാ, കം കം, കം, ബാ, വീഡിയോ എടുക്കാം, ബാ, കം കം. ഇവിടെ പിശീനെ കഴിഞ്ഞ ദിവസം അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ പിച്ചിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് അവിടെ സാധനങ്ങളൊന്നും കാണാൻ പറ്റുമോ. പിന്നെ ദേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൾക്ക് അറിയാം കേട്ടോ, ഫോൺ ഓണാന്ന്. അതാ ഈ പെടച്ചോണ്ട് പോകുന്നത്. അവളുടെ വിചാരം അവിടെ വേറെ ആരോ നോക്കിയിരിക്കുന്നുണ്ടെന്നൊക്കെയാണ്. കണ്ടാ, അല്ലെങ്കിൽ അനങ്ങാതിരിക്കും. അപ്പം പിച്ചിനെ ഇവിടെ നിർത്തി പോകുന്നതിൽ എനിക്കൊരു വിഷമമുണ്ട്. പിന്നെ ഈ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം. കുറേ സാധനങ്ങളൊക്കെ വലിച്ചെറിയാനുണ്ട്. പിന്നെ നോക്കുമ്പോൾ അത്രയും സാധനങ്ങളൊന്നുമില്ല പാക്ക് ചെയ്യാൻ. പക്ഷേ എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കും കുറേ ഉണ്ടാകും. അപ്പം ഞാൻ ഏതെങ്കിലും പാക്ക് ആൻഡ് മൂവേഴ്സിനെ വിളിക്കാമെന്ന് വിചാരിക്കുന്നു. അവരാകുമ്പം എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുമല്ലോ. എനിക്കിതിൻ്റെ പുറകെ ടെൻഷൻ എടുത്ത് റിസ്ക് എടുത്ത് നടക്കാൻ വയ്യ. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ഇരുന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ടയർഡായിട്ട് തോന്നുന്നില്ല. അത് ഉറക്കം വന്നിട്ടും പിന്നെ നോമ്പിൻ്റെയാണ് കേട്ടോ.
വേറെ ഒന്നുമല്ല. വരുന്ന ദിവസങ്ങളിലൊക്കെ കുറേ വീഡിയോസും വ്ലോഗുകളൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇച്ചിരി മടി അങ്ങോട്ട് കയറിയാലുണ്ടല്ലോ നമുക്ക് അനങ്ങാൻ പറ്റില്ല. ഫോൺ എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല, ഒരു മൂഡ്. അത് നിന്നങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ ഈ വ്ലോഗിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നല്ലൊരു റിംഗ് ലൈറ്റ് ഞാനിനി വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നെ അധികം സ്പേസ് വേണ്ട അത് വെക്കാൻ. സാധാരണ ആകുമ്പോൾ നമുക്കൊരു സ്പേസ് തന്നെ കാണണ്ടേ, അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ മൈക്ക് കണ്ടോ, ഹോളി ലാൻഡിൻ്റെ മറ്റേ ആ വൈറൽ മൈക്ക് എല്ലാവരുടെ കയ്യിലും ഉള്ള ടൈപ്പ്. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. പറയും എബ്രോഡ് പോകുന്നവരൊക്കെ ഇപ്പം ഫുള്ള് ഇൻസ്റ്റാഗ്രാമിൽ കളിയാണ്, ഫേസ്ബുക്കിൽ കളിയാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ കളിയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബ്രോഡ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആരുമില്ല നമുക്കൊന്നും ഷെയർ ചെയ്യാൻ. എസ്പെഷ്യലി നിങ്ങൾ ഒറ്റയ്ക്കൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരുമില്ല, കൂടെ ആരുമില്ല, പിന്നെ ഒന്നും പറയാനായിട്ട് ആരുമില്ല. അപ്പം നമ്മുടെ ക്യാമറ മാത്രമേ ഉള്ളൂ. അത് നോക്കി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ലൈക്കോ കമൻറ്റോ ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനൊരു ആശ്വാസം. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നമ്മുടെ കാര്യം ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും കൂടുതൽ ആക്റ്റീവായിട്ട് കാണുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നുന്നു, അത്രയ്ക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് നോമ്പ് തുറ ഉഷാറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ. ഞാൻ മാത്രമേ ഉള്ളൂ, അത് വേറെ കാര്യം. അപ്പം ചിക്കനൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്തണം. അപ്പം ഇനിയിപ്പോൾ പുതിയ വീട്ടിലേക്കൊക്കെ മാറിയതിന് ശേഷം വീഡിയോസൊക്കെ കൂടുതൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. പിന്നെ ഇന്ന് വീട്ടിലേക്ക് വിളിക്കണം. ഇപ്പോൾ മക്കളെ ഞാനിന്ന് വിളിച്ചിട്ടില്ല. ഇന്നലെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഇന്നലെയും വിളിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ 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 കുറച്ച് പാക്ക് ചെയ്യണം. പറഞ്ഞ പോലെ തന്നെ കുറേയേറെ സാധനങ്ങളൊക്കെ പെറുക്കി വലിച്ചെറിയാനുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എനിക്ക് ഒട്ടും എനർജി ഇല്ല പറയാനായിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.